ഹായ് കൂട്ടുകാരെ, ഞാനാണെങ്കിൽ ഇന്ന് ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്തത് വെച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കാൻ പോവാണ്. വഴുതനങ്ങ ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത് തനൂറിൽ വെച്ചിട്ടാണ് വഴുതനങ്ങ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് തനൂറിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷമാണിത് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു സലാഡ് ആക്കുകയാണ്. അപ്പം ആ സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ പീത്തേൻ്റെയൊക്കെ ആയിട്ട് ഫില്ലിംഗ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നതും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റി. വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു വലിപ്പത്തിൽ കട്ട് ചെയ്യണം. കാരണം അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ പിന്നെ അത് പിന്നീട് അങ്ങ് നല്ലവണ്ണം വെള്ളമൊക്കെ പോയിട്ട് അത് കുറച്ചൊന്ന് ചുരുങ്ങി ഇങ്ങനെ വരും. അപ്പോൾ കുറച്ച് കട്ടിയിലാകുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല പീസായിട്ട് ബേക്ക് ചെയ്തതിന് ശേഷം കിട്ടും. അപ്പോൾ അത് ഗ്രില്ലാക്കിയതിന് ശേഷം കിട്ടും. അപ്പം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നീടാണെങ്കിൽ 2 വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷർ ഉപയോഗിച്ച് ക്രഷ് ചെയ്യണം. ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഹോം മിക്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ നമ്മൾ വിനെഗർ എന്നാണ് പറയുന്നത്. സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന വിനെഗറാണ്. അപ്പം ഇത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലെ വിനാഗിരി ഉപയോഗിക്കേണ്ട. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഇത് നാരങ്ങനീര് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പം നമുക്കിതിലേക്ക് ഉപ്പിടാം, കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, മുളക് പൊടി എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഹോം മിക്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഹോം മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് വിനാഗറാണ്. അപ്പം ഇത് ഇല്ലാത്തവർ നാരങ്ങനീര് യൂസ് ചെയ്യാം. അധികം വേണ്ട കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതിയേ. അപ്പോൾ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, കഷ്ണങ്ങൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെ ഇത് പൊട്ടി ഇങ്ങനെ പോകും. അപ്പം ഇത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഹോം മിക്സും ഇട്ടു, പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ, ഒരു ശകലം കൂടെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഒരു ചെറിയതായിട്ടൊന്ന് സ്പ്രെഡ് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യണം. ഒരു 2-3 സ്പ്രേ അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു നല്ലൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല ഇതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സലാഡായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട്, കാരണം നമ്മുടെ പീതരൊക്കെ കൂടാണ്, ഞാൻ പറഞ്ഞല്ലോ പീതരൊക്കെ കൂടെ ഉപയോഗിക്കാമെന്ന്. ഇതിപ്പോൾ നല്ലൊരു ഡിഷാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എനിക്ക് കമൻറ്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ഓക്കെ, ബായ്.